അതിനുള്ളിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ നിലവിൽ കിട്ടിയ കോളേജ് ക്യാൻസൽ ആവുകയും ചെയ്യും. ട്രെൻഡുകൾ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് റാങ്ക് നില മാറാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അതിൻ്റെ ഫസ്റ്റ് ഘട്ടം കടന്നിരിക്കുന്നു. അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട അവസാന ദിവസം സെപ്റ്റംബർ 5 അതിനുള്ളിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും നിലവിൽ കിട്ടിയ കോളേജ് ക്യാൻസൽ ആവുകയും ചെയ്യും. നിലവിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യാം. അലോട്ട്മെൻറ്റ് മെമ്മോ, ഡേറ്റ ഷീറ്റ്, ക്ലോസ് 17 പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും ഒക്കെ കയ്യിൽ സംഘടിപ്പിച്ച് ഉടൻ ജോയിൻ ചെയ്യുക. ഫീസ് അടയ്ക്കേണ്ടത്, ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് ഓൺലൈനായിട്ട്, അതൊക്കെ ചെയ്യുക. നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ട്രെൻഡുകൾ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ ചെറിയൊരു റാങ്ക് വ്യത്യാസം താഴോട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 700 ആയിരുന്ന സീറ്റിൽ ഈ വർഷം 690, 685 വന്നാണ് നിൽക്കുന്നത്. അത് എങ്ങനെ ബാധിക്കുമെന്നറിയില്ല. പക്ഷേ ചിലപ്പോൾ അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും റാങ്കിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് റാങ്ക് നില മാറാൻ സാധ്യതയുണ്ട്. കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. പല ആളുകളും ജോയിൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ 19,000 ചില്ലുവാനാണ് വന്നിരുന്നതെങ്കിൽ ലാസ്റ്റ് റാങ്കുകളുടെ ട്രെൻഡ് അനുസരിച്ച് 2,000 റാങ്കുകളുടെ ഡിഫറൻസ് വരേണ്ടതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ആകെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന അതേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന അതേ റാങ്കിൽ തന്നെ ഏകദേശം അതിനടുത്തായിട്ടാണ് ചെറിയ വ്യത്യാസത്തിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫീസ് അറിയാം. കഴിഞ്ഞ വർഷം 7.36 ആയിരുന്നത് ഈ വർഷം 7.77 ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫീസ് കൂട്ടിയിട്ടുണ്ട് ആനുപാതികമായിട്ട്. പക്ഷെ എന്നിട്ടും ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഒരു ക്ലോസ് അവർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഫീസ് വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫൈനലല്ല, ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല, ഇനിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫീസ് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ ആ ഫീസ് അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ദെൻ ഫീസ് വർദ്ധിപ്പിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അഥവാ വർദ്ധിപ്പിച്ചാൽ അത് നമുക്ക് താങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്ത് ഇപ്പം തന്നെ ഈ 7.77 എന്ന് പറയുന്നത് അതിൽ മാത്രം ഒതുങ്ങില്ല. ഹോസ്റ്റൽ ഫീസും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 10 ലക്ഷത്തിനടുത്തെങ്കിലും, 9.5 മുതൽ 10 ലക്ഷത്തിനടുത്തെങ്കിലും വരും. പൊതുവേ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഖ്യയാണ്. അപ്പോൾ വലിയൊരു കൂട്ടൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ നിയമപരമായിട്ട് ഫീസ് വർധവിനെതിരെ പ്രതികരിക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെ വേണ്ടി വന്നാൽ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുക. അതോടൊപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ കഴിയില്ല. ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി ചോയ്സസ് ഓപ്പൺ ആക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ സന്നദ്ധത അറിയിക്കുന്ന രീതിയിൽ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിലവിൽ കിട്ടിയ സീറ്റിൽ നിൽക്കുകയും ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മിക്കവാറും അഗ്രികൾച്ചറും ആയുർവേദ, യുനാനി പോലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളും അലൈഡ് മേഖലയായ അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി ഒക്കെ വന്നു കയറാൻ സാധ്യതയുണ്ട് അതിനോടനുബന്ധമായിട്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചോയ്സ് ഫില്ലിങ്ങിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. ബൈ ബൈ. Career Guru, molding your future.